എന്നെ താഴെയിറക്കാൻ അഥവാ അടിച്ചിടാൻ വേണ്ടി കൂടെ നിന്ന ആളുകളല്ലേ നിങ്ങളൊക്കെ? ഇപ്പോൾ എന്ന് എൻ്റെ കൂടെ ഒന്ന് നിന്നുകൂടെ? വളരെ വികാരഭരിതനായി ദിലീപ് ഇങ്ങനെ പറയുമ്പോൾ പല പ്രേക്ഷകരുടെയും കണ്ണു നിറയുന്നുണ്ടായിരുന്നു എന്നാണ് മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത്. ആ ഒരു ജനപ്രിയനായിരുന്ന ദിലീപിനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും കരിയറിലും പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് പോയ വർഷങ്ങളായിരുന്നു കഴിഞ്ഞു പോയത്. കരിയറിൻ്റെ ഒരു വിഷമഘട്ടത്തിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ഹിറ്റ് സിനിമ രാമലീല പുറത്തിറങ്ങുകയുണ്ടായി. അപ്പോൾ ഒരു പരിധിവരെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ചീത്തപ്പേരൊക്കെ വന്നത് സിനിമയെ ബാധിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. ബാധിക്കുന്ന ഒരു ഘടകവും ഉണ്ട്. പക്ഷേ സിനിമ നന്നായാൽ മലയാളികൾ തിയേറ്ററിൽ കയറുമെന്ന് ഉറപ്പാണ്. അതിനുശേഷം വന്ന ദിലീപ് സിനിമകളൊക്കെ പലതും വളരെ മോശം തന്നെ ആയിരുന്നു എന്ന് തന്നെയാണ് മലയാള സിനിമാ മൂവീസിൻ്റെ അഭിപ്രായം. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു പഴയ കോമഡി രീതികൾ പലർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഒരു സമയത്ത് ഫാമിലി ഓഡിയൻസിനെ, കുട്ടികളെ തിയേറ്ററിലേക്ക് വലിച്ചെത്തിച്ചിരുന്ന ഒരു നടൻ തന്നെയായിരുന്നു ദിലീപ്. ദിലീപിനോളം ഫാമിലി ഓഡിയൻസിനെ തിയേറ്ററുകളിലേക്ക് കൊണ്ടുവരാൻ പ്രാപ്തിയുണ്ടായിരുന്ന ഒരു നടൻ തന്നെ ആ സമയത്തുണ്ടായിരുന്നില്ല. മോഹൻലാലിനും മമ്മൂട്ടിക്കും പോലും ആ ഒരു സമയത്ത് ദിലീപിൻ്റെ അത്രയും ഫാമിലി ഓഡിയൻസിനെയും കുട്ടികളെയും തിയേറ്ററിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് വേണം പറയാൻ. പക്ഷേ പിന്നീട് പല വിവാദങ്ങൾക്കു ശേഷം അദ്ദേഹത്തിൻ്റെ കരിയർ തന്നെ ഒരു അനിശ്ചിത ഘട്ടത്തിൽ പോയിരുന്ന സമയമായിരുന്നു. ഇപ്പോഴിതാ പുതിയ സിനിമ ഇറങ്ങിയിരിക്കുന്നു, പ്രിൻസ് ആൻഡ് ഫാമിലി. ഒരു കൂട്ടം പ്രേക്ഷകർ വളരെ മികച്ച സിനിമയാണ് എന്ന് തന്നെയാണ് പറയുന്നത്. ചിലരാകട്ടെ സിനിമ മോശമെന്ന് പറയുന്നവരുമുണ്ട്. പക്ഷേ ഓവറോൾ കണക്ക് കൂട്ടിയാൽ സിനിമ പോസിറ്റീവ് റെസ്പോൺസ് ആണെന്ന് തന്നെ പറയാം. പഴയ ദിലീപ് സിനിമകളെ, അതായത് ബാന്ദ്ര, തങ്കമണി അടക്കമുള്ള സിനിമകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പ്രിൻസ് ആൻഡ് ഫാമിലി ഒരു മികച്ച സമ്മിശ്രമായ, കൂടുതലും പോസിറ്റീവായ ഒരു അഭിപ്രായമാണ് ഉയർന്നു കേൾക്കുന്നത് എന്ന് വേണം പറയാൻ. അതിൻ്റെ ഒരു വിജയാഘോഷത്തിനിടയ്ക്ക് ദിലീപ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാകുന്നത്. എന്നെ അടിച്ചിടാൻ നിങ്ങളൊക്കെ കാത്തിരുന്നവരല്ലേ, അടിച്ചിടുന്നവരുടെ കൂടെ നിന്നവരല്ലേ നിങ്ങൾ. ഇപ്പോൾ എൻ്റെ ഈ ഒരു ഉയർത്തെഴുന്നേൽപ്പിനും എൻ്റെ കൂടെ നിൽക്കുക, എന്നെ ഒന്ന് താങ്ങി ഉയർത്തെഴുന്നേൽപ്പിക്കൂ എന്നാണ് ദിലീപ് പറയുന്നത്. ഇതിൽ പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. ഹായ് ഫ്രണ്ട്സ്, മലയാളം മൂവി ന്യൂസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിയുമെങ്കിൽ പുത്തൻ സിനിമാ വിശേഷങ്ങൾക്കായി നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക. പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ വിജയത്തിൽ പ്രേക്ഷകരോട് നന്ദി പറഞ്ഞ ദിലീപ് ജീവിതത്തിലും കരിയറിലും തകർന്നു നിന്നപ്പോൾ തനിക്ക് വേണ്ടി കഥ എഴുതിയ ആളാണ് സച്ചി ജനിച്ചത് തന്നെ രാമലീല എന്ന സിനിമയുടെ കഥ എഴുതാനാണെന്ന് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയെന്നും താരം വെളിപ്പെടുത്തി. കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അടിച്ചിടാൻ കൂടെ നിന്നവരൊക്കെ താനൊന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോഴും കൂടെ നിൽക്കണമെന്ന് പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ വിജയാഘോഷ വേളയിൽ ദിലീപ് പറയുകയുണ്ടായി. വലിയ സന്തോഷത്തോടു കൂടിയാണ് വേദിയിൽ നിൽക്കുന്നത്. സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ പ്രേക്ഷകരോടും നന്ദി പറയുന്നു. ഏതായാലും പ്രിൻസ് ആൻഡ് ഫാമിലി ഒരു മികച്ച വിജയം കരസ്ഥമാക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദിലീപിന് ഉയർന്നു വരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.